അങ്ങനെ വരണം. ആ പുള്ളി പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കുളത്തിലെ പൂക്കളും മീനുകളുമാണ് ഇതിനെ ഭംഗി കൂട്ടുന്നത്. ഇത് വേറെ സംഭവമൊന്നുമില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ബന്ദിപ്പൂ കൃഷി ചെയ്തേക്കണാണ്. കണ്ടോ? ഓറഞ്ച് കളറും യെല്ലോ കളറും ഉണ്ട്. നല്ല രസം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വ്ളോഗർ പ്രദേശ്. ഇപ്പം ഇന്ന് നമ്മുടെ തൊടുപുഴയുടെ വ്യൂ മൊത്തം കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വന്നേക്കുക. നമ്മുടെ തൊടുപുഴയുള്ള ഉറവപ്പാറയിലെ അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പൊ വന്നാലും നല്ല കാഴ്ച അടിപൊളിയല്ലേ? കാഴ്ചയൊക്കെ ഭയങ്കര വ്യൂ ആ. തൊടുപുഴ ഫുള്ള് കാണാം. 360 വ്യൂ കേട്ടോ, ഫുള്ള് കാണാം. പിന്നെ അവിടെ ഇത് കാണാം, ഏതാ ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കല്ലൊക്കെ കാണാം. എല്ലാ ഭാഗം കാഞ്ഞാറ് മൊത്തം കാണാം. മൊത്തം ക്ലൗഡിയാണ്, അടിപൊളി വ്യൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അവിടെ എവിടെ കാണുന്ന അങ്ങ് അപ്പുറഭാഗം മൊത്തം അങ്ങോട്ട് എല്ലാ സ്ഥലവും കാണാം. എന്നാ രസം നോക്കി മലനിരകൾ നിൽക്കണ നമ്മള് അടിപൊളിയായിട്ട്. ഇത് വൈകുന്നേരം രാവിലെയൊക്കെ വന്നാൽ നല്ല രസം. ഇവിടെ ഇങ്ങോട്ടേക്ക് ആകാശം മുട്ടി ഇത് എന്നാ സെറ്റപ്പാന്ന് നോക്കിയാ നിങ്ങോട്ടേക്ക് ആകാശം മുട്ടി നിൽക്കണ മലനിരകൾ. അതെ, ഞാൻ ആദ്യമായിട്ടോ വന്നെ ഇവിടെ. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഈ പാറക്കൂടെ കയറി കാണണം. അതെയോ? നിങ്ങൾ നടന്ന് ഉണ്ടായതാണിത്? കാൽപ്പാടുകളല്ലേ? ടോണിയുടെ കാൽപ്പാടാണത്. ഞങ്ങള് ചെറുപ്പം തൊട്ട് ഇവിടെ കയറി. ഇവിടെ ചാടി കയറി. എന്തിന്? അതെ, ഗുഹ എന്ന് പറയണത്. ഗുഹ. ഇത് മറ്റേ പണ്ടിൻ്റെ അകത്ത് പുലിയൊക്കെ ഉണ്ടാവും. വേറെ എന്തെങ്കിലും വേണോ? ഇതിനകത്ത് പുലി ഉണ്ടാവും. മീൻ കണ്ടോ? വരാലുണ്ട്. കുളത്തിലെ പൂക്കളും അങ്ങനെ വരണം. ആ പുള്ളി പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കുളത്തിലെ പൂക്കളും മീനുകളുമാണ് ഇതിനെ ഭംഗി കൂട്ടുന്നത്. അതന്നെ, അതെ, ഓറഞ്ച് കളറുള്ളവരുണ്ട്. മറ്റേ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് ആണോ? അതെ, നോക്കിയ നല്ല വലിയ ഗോൾഡ് എടുക്കോന്നേ. നമ്മള് ഉറവപ്പാറയ്ക്ക് അടുത്തുള്ള റിസോർട്ടിലേക്ക് കയറി പോണ വഴിയാണ്ടത്. അതെ, അടിപൊളി വഴി. എന്നെ ഭംഗിയാണ്. അപ്പൊ ഗൈസ്, ദേ ഞങ്ങൾ ഉറവപ്പാറ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്ത് തന്നെ, ഉറവപ്പാറയല്ല, അത് ഇച്ചോടെ മാറി വേറൊരു സൈഡിൽ കൂടെയുള്ള വഴിക്ക് തന്നെ നമ്മുടെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. അതെ അല്ലേ ടോണി ഭായി? എന്റെ പൊന്നെ, സീൻ വ്യൂ ആട്ടോ. ഇത് വേറെ സംഭവമൊന്നുമില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ബന്ദിപ്പൂ കൃഷി ചെയ്തേക്കണാണ്. കണ്ടോ? ഓറഞ്ച് കളറും യെല്ലോ കളറും ഉണ്ട്. നല്ല രസമുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് ഒരു ചേട്ടൻ കൃഷി ചെയ്തേക്കണേട്ടാ. കുറച്ച് സ്ഥലത്തുള്ളൂ, പക്ഷെ അത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അതൊരു എന്താ പറയുക, നല്ലൊരു ഓർഡറിലാണ് അവർ കൃഷി ചെയ്തേക്കണേ. അപ്പോൾ ഗൈസ്, ദേ നമ്മൾ ഈ ബന്ദിപ്പൂ കൃഷി ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തൊടുപുഴയുടെ ഫുൾ വ്യൂ കാണാം, 360 വ്യൂ. അപ്പോൾ നമ്മൾ ആ റിസോർട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഗൈസ്, ദേ ഇവിടം വരെ ഞങ്ങൾ എന്താ പറയണേ, ഇലക്ട്രിക്കിലാട്ടോ കയറുന്നത്. ഞങ്ങളുടെ ഇലക്ട്രിക് വണ്ടിയായ നെക്സോണിനാണ് കയറുന്നത്. നല്ല കയറ്റമുണ്ട്. ദേ ഇത്രയും നല്ല കയറ്റാണ്, മൊത്തം പാറയാണ്. ദേ നെക്സോൺ ദേ അവിടെ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് അവൻ, സോമി.
അപ്പോൾ ഗൈസ് ഇത് ഇവിടെ ഏത് വണ്ടിയും കയറും. ദേ ഞങ്ങളുടെ ഇലക്ട്രിക് വണ്ടി ഇവിടെ കയറി വന്നു നെക്സോൺ. മുകളിൽ എന്നെ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മലയുടെ ടോപ്പിൽ വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പത്മ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒന്ന് കയറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പത്മ വില്ലേജ് എന്നും പറഞ്ഞൊരു ഫോട്ടോ ഫ്രെയിം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനോഹരമായ ബിൽഡിംഗ് ആണ്. ഒരു ട്രഡീഷണൽ ലുക്കോട് കൂടിയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ 4 റൂമുകളാണ് അവിടെ അവൈലബിൾ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു ലൈവ് കഫേ വരുന്നുണ്ട്. അപ്പോൾ അത് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുൾ വ്യൂ ആണ്, നമുക്ക് 360 വ്യൂ ആണ് ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്ന്. രാവിലേക്ക് ആയി കഴിഞ്ഞാൽ അതിമനോഹരമായ മഞ്ഞുകളാണ്, കോട കൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ നിറയും അവിടെ. അപ്പോൾ ഗൈസ് ഈ റിസോർട്ടിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ ഒരു പൂള് അവിടെ കാണാൻ സാധിക്കും. എന്താ പറയുക, വേറെ ലെവൽ പൂളാണ്. നമുക്കവിടെ ഇരിക്കാനും കാര്യങ്ങൾക്ക് എല്ലാ സൗകര്യവും അവിടെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അതുപോലെ തന്നെ നമുക്കവിടെ ഒരു പത്മ വില്ലേജ് എന്നും പറഞ്ഞ ലൈറ്റ് കൊണ്ട് ഒരു ബാഡ്ജിങ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കിയാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഞങ്ങൾ ആ സമയത്ത് നമ്മൾ ചെറിയൊരു മഴ പെയ്തപ്പോഴത്തേനും അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളെല്ലാം മാറി. എന്താ പറയുക, വേറെ ലെവൽ കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയ കോടയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഗൈസ് ഈ റിസോർട്ട് വരുന്നത് നമ്മുടെ തൊടുപുഴ ഒന്ന് മാറി വെറും 3 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ റിസോർട്ടിനുള്ളത്. അപ്പോൾ ഗൈസ് ഈ റിസോർട്ടിൻ്റെ കോൺടാക്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.